ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4 വർഷം ഡിഗ്രി കുട്ടികളുടെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സിലബസൊക്കെ മാറി, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായി കണ്ട സിലബസൊക്കെ ആണില്ലത്. പ്ലസ് ടുവിൻ്റെ അതേപോലെ തന്നെയാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ പാഠങ്ങളൊക്കെ പോണത് കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബികോമിലെ 1ാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള മേജർ സബ്ജക്റ്റായ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1ാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, നേച്ചർ, സിഗ്നിഫിക്കൻസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് എന്താ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ് വിച്ച് ഈസ് ദ നെസസറി വെൻ എവർ ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് എന്നൊരു ആക്ട് ആവശ്യമായി വരും. Management assembles and coordinates various resources such as the man, materials, money, methods and machines in the best manner for the achievements of the organization objectives. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾ കിട്ടാൻ വേണ്ടി അവിടെയുള്ള പ്രധാന സോഴ്സായ എംപ്ലോയീസ് എന്ന് ഇവിടെ പറയുന്നത് എംപ്ലോയീസിനെയാണ് ഇവിടെ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെറ്റീരിയൽസ്, മണി ആൻഡ് മെഷീൻസ് ഒക്കെ കൂട്ടിച്ചേർക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ആളുകളെ കൂട്ടി ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ ഒരു ഹെഡിനെയാണ് നമ്മൾ മാനേജർ എന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും നേടിയെടുക്കുന്ന ഒരു കലയാണ്. അത് മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കുന്നത്, അതായത് മറ്റുള്ള ആൾ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോഡിങ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പം മാനേജ്മെൻറ്റ് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതായത് മനുഷ്യരുടെ ഓരോ ആക്ടിവിറ്റീസിനും പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇതൊക്കെ ചെയ്യുന്നത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ ബിസിനസ് ഓർ നോൺ ബിസിനസ്. ഇത് ബിസിനസ് ആയിക്കാണ്ടും ബിസിനസ് അല്ലാതും നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ രണ്ടാളെ കൂട്ടി നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഹെൻറി ഫയോളിനെ കുറിച്ച് നോക്കാം. ഹെൻറി ഫയോളാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിക്കൊണ്ട് ഡെഫിനിഷൻ പറഞ്ഞ ഒരാൾ. ഇനി നമുക്ക് നോക്കാം. ഹെൻറി ഫയോൾ ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അപ്പോൾ ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നത് ഫോർകാസ്റ്റ്, പ്ലാനിങ്, ഓർഗനൈസ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ, ഇതെല്ലാം ആണ് മാനേജ്മെൻറ്റ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ഹറോൾഡ് കൂൺസിനെ പറ്റിയാണ്. ഹറോൾഡ് കൂൺസ് മാനേജ്മെൻറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് അദ്ദേഹം പറയുന്നത് അപ്പം മാനേജ്മെൻറ്റ് എന്നതൊരു കലയാണ്. മനുഷ്യരെ ഒരു ഗ്രൂപ്പാക്കി കൊണ്ട് അപ്പം പീപ്പിളിനോട് ഒപ്പം അല്ലെങ്കിൽ കൂടെ ഗോൾ നേടിയെടുക്കുന്നതിനെയാണ് ഹറോൾഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് എന്താ നോക്കാം. അപ്പോൾ അതിൽ 5 കൺസെപ്റ്റാണ് ഉള്ളത്. ഫങ്ഷണൽ കൺസെപ്റ്റ്, ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റ്, 3ാമത്തെ ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്, 4ാമത്തെ പ്രൊഡക്ടിവിറ്റീസ് കൺസെപ്റ്റ്, 5ാമത്തെ സിസ്റ്റം കൺസെപ്റ്റ്. അതിൽ 1ാമത്തെ ഫങ്ഷണൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ പ്രോസസ്സാണ്. ഇനി നമുക്ക് എന്താ നോക്കാം. മാനേജേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് ഇവിടെ ഫങ്ഷൻ കൺസെപ്റ്റ് അല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഫങ്ഷൻസിനെ ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കണം. അതായത് നമ്മുടെ മാനേജേഴ്സ് നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലേതായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റാണ്. ഇനി രണ്ടാമത്തെ ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരെ വെച്ചാണ് ഈ മാനേജേഴ്സ് പണിയെടുപ്പിച്ചുകൊണ്ടാണല്ലോ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ റിലേഷൻഷിപ്പിനാണ് ഇവിടെ പറഞ്ഞത് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് എംബസിസൈസ്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ആസ്പെക്റ്റിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കൺവേഴ്സ് ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം. അതായത് സോഷ്യൽ സിസ്റ്റമാണ് എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ സിസ്റ്റമായി കണ്ട് സോഷ്യലി ആൾക്കാരെ കണ്ട് കണക്ട് ചെയ്താണ്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അപ്പം ഈ പീപ്പിളിനൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് മാനേജേഴ്സാണ്. അപ്പം അതിനുള്ള ഹ്യൂമൻസ് റിലേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറയലും കാര്യങ്ങളൊക്കെ മാനേജേഴ്സാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിളെ നല്ല ഇതിലേക്ക് എത്തിക്കൽ. അപ്പോൾ അത് മാനേജ്മെൻറ്റാണ്. അതായത് ആ ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പും പിന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കത്തിനാണ് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന കൺസെപ്റ്റ്. അപ്പം ദിസ് കൺസെപ്റ്റ് വ്യൂസ് മാനേജ്മെൻറ്റ് ആസ് റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിംഗ് body. Whatever a manager does, he does through his decisions. അതായത് മാനേജറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കലാണ്. അപ്പം റൂൾ മേക്കിംഗ് മാത്രമല്ല റൂൾ എൻഫോഴ്സിസ് ബോഡിയാണ്. അപ്പോൾ എൻഫോഴ്സിങ് ബോഡി എന്ന് പറഞ്ഞാൽ ആ റൂള് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. വാട്ട് എവർ മാനേജർ ഡസ്, ഇതൊക്കെ മാനേജർ ചെയ്യേണ്ടതാണ്. ഹീ ഡസ് ത്രൂ ഹിസ് ഡിസിഷൻസ്, അവരുടെ ഡിസിഷൻ മാനേജർ ഡിസിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കൽ മാനേജേഴ്സാണ്. അത് എംപ്ലോയീസിനില്ല കാര്യങ്ങൾ കൊടുക്കൽ മാനേജേഴ്സാണ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓർ ഡ്യൂട്ടി ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദസ് ഡിസിഷൻസ്. അതായത് ഡിസിഷൻ ടേക്ക് ചെയ്യാനും അത് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ടതും മാനേജേഴ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നാലാമത്തേലേക്ക് പോവാം. ഇനിയിപ്പോൾ നാലാമത്താണ് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക്കൽ നെസസിറ്റി. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ ഓരോ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ആ വർക്കേഴ്സ് നല്ലോണം എഫിഷ്യൻസി ആയിരിക്കാൻ നല്ല വർക്ക് ചെയ്യുന്നത് നമ്മൾ അവരുടെ ആ ഒരു മാക്സിമം ലെവലിലേക്ക് നമ്മൾ അവിടെ എത്തിക്കണം. ഹിയർ മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അവരുടെ ടെക്നിക്ക് കൂട്ടിയാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അഞ്ചാമത്താണ് സിസ്റ്റം കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓർഗനൈസേഷൻ ലൈക്ക് എനി ലിവിങ് ഓർഗാനിസം മസ്റ്റ് അഡാപ്റ്റ് ദംസെൽവ്സ് അപ്പ് ടു ദയർ എൻവയോൺമെൻറ്റ്സ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ദിസ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡിസൈനിങ് ഓർഗനൈസേഷൻസ് അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് മാർക്കറ്റ്സ് ടെക്നോളജി ആൻഡ് അതർ ക്രിറ്റിക്കൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ സിസ്റ്റം എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ ഓർഗനൈസ് പ്രാപ്തമാക്കുക മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു സംഭവത്തിൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് വന്നാൽ ആ ഒരു വർക്കേഴ്സിനെ അതിലൊക്കെ അഡാപ്റ്റ് ആക്കി അത് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരേണ്ടത് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് എ പ്രോസസ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേഷൻ പിന്നെ കൺട്രോളിങ് ചെയ്യുന്നു. അത് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ പീപ്പിൾ ചെയ്യുന്ന
ഓരോ ആക്ടിവിറ്റീസിനെയും ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, പിന്നെ കോർഡിനേറ്റിംഗ്, കൺട്രോളൊക്കെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്താണ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് പീപ്പിളിലൂടെയാണ് ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് പീപ്പിളിലൂടെ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കാർ കണക്ട് ചെയ്താണ്ടാണ് അതുകൊണ്ടാണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദ എയിം ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. വിത്തൗട്ട് ഒബ്ജക്റ്റീവ്സ് ദ ഗ്രൂപ്പ് അച്ചീവ്സ് cannot to be defined the divided. The objectives should be achieved through the coordinating efforts of the people in the organization. അതായത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഓരോ ഒബ്ജക്റ്റും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒബ്ജക്റ്റ് അപ്പം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളല്ല. അതായത് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ കറക്റ്റായി കണ്ടത് ഗോള് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നാലാമത്താണ് ഇൻറ്റിഗ്രേഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സ്. അപ്പോൾ ഓർഗനൈസേഷണൽ റിസോഴ്സ് ഇൻക്ലൂഡ് മണി, മെഷീൻ, മെറ്റീരിയൽസ് ആൻഡ് പീപ്പിൾ. ദ മാനേജ്മെൻറ്റ് integrates all these resources in enterprise for achieving predetermined objectives. അതായത് ഇൻറ്റിഗ്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സോഴ്സൊക്കെ അതായത് മണി, മാൻ, പിന്നെ മെഷീൻസ്, മെറ്റീരിയൽസ്, പീപ്പിൾ, ഈ ഒബ്ജക്റ്റീവ്സൊക്കെ എന്താണ് ഈ റിസോഴ്സൊക്കെ ഒരുമിച്ച് വരുന്നതിലൂടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി ഇതിൽ അഞ്ചാമത്താണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ് ഇറ്റ് ദ വേരിയസ് ലെവൽസ് ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. അതായത് അപ്പം മാനേജേഴ്സാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് നിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്ത് കണ്ടാണ് മാനേജേഴ്സ് നല്ല ഡിസിഷന് സെലക്ട് ചെയ്യുക. എന്നിട്ടാണ് ആ ഒരു വർക്കേഴ്സിനെ കൊണ്ട് ആ ഒരു ജോബ് ചെയ്യിപ്പിക്കൽ. ഇനി അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് വണ്ണാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. The management has to lead a team of workers. It must be capable of inspiring, motivating and winning the confidence. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടീം ഓഫ് വർക്കേഴ്സിനെ ലീഡ് ചെയ്യുന്നത് മാനേജർ ഓർ മാനേജ്മെൻ്റ് ആണ്. ഇതിന് ആ വർക്കേഴ്സിനെ ഇൻസ്പയർ കൊടുക്കുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത്, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആക്കുന്നത് എല്ലാം മാനേജ്മെൻറ്റിലൂടെയാണ് അല്ലെങ്കിൽ മാനേജേഴ്സിലൂടെ ാണ് ചെയ്യുന്നത്. ഇതാണ് ക്യാരക്ടേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. മാനേജ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി. എല്ലാ സ്ഥലത്തും ഉള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈ ടു എനി ഫോം. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ലൈക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്കണോമിക്കിൽ ഉപയോഗിക്കാം, സോഷ്യൽ, ബിസിനസ്, റീജിയൻ ആൻഡ് എഡ്യൂക്കേഷൻ, എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. അതായത് മാനേജ്മെൻറ്റ് എല്ലാ ആക്ടിവിറ്റിയിലും ഒരു ലക്ഷ്യത്തോടെ ഉള്ളതാവും എന്നാണ് പറഞ്ഞത്. എവറി ഫോം ഡിറ്റർമൈൻസ് ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. വർക്കേഴ്സ് ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു ഗോൾ കിട്ടാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ മാനേജ്മെൻറ്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. ഇൻഡിവിജ്വൽസ് ഡിസ്ചാർജ് ഓൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇൻഡിവിജ്വലാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്ലാന്, എന്താ ഓർഗനൈസേഷനൊക്കെ ഏത് ഫങ്ഷനും നോക്കിയാലും അത് ഹ്യൂമൻ ആക്ടിവിറ്റി ആവും. അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിക്കാണ്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഇനി നാലാമത്തെ മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. അതായത് ഒരു മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ അതോറിറ്റീസ് അഗ്രി ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. അപ്പോൾ സം അതോറിറ്റിയൊക്കെ അഗ്രി ചെയ്തിരിക്കണം ഒരു പ്രൊഫഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതെന്താ ചോദിച്ചാൽ ഒരു സ്പെസിഫിക് ആയിക്കൊണ്ട് ഏരിയയിൽ അതിലുള്ള ആൾക്കാർക്ക് ഒരു
ഐഡിയ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടും ആണ് ഒരു സയൻസും ആണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിൽ പറ്റും. അതുകൊണ്ടാണ് ഇതിന് സയൻസും പ്രത്യേകിച്ച് നോളജും കാര്യങ്ങളൊക്കെ ഇല്ല ഒരു ആർട്ടും എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി എന്താ നോക്കാം. ഇറ്റ് ഈസ് ബേസിക്കലി ഡിസിപ്ലിനറി ആണ്. മാനേജ്മെൻറ്റ് എല്ലാ മേഖലയിൽ നിന്നും, അതായത് സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓറിയൻറ്റേഷൻ, റിസർച്ച്, അപ്പോൾ ഒക്കെ ആവട്ടെ, അവിടെ നിന്ന് ഒക്കെ ഒരു ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൺസെപ്റ്റ്, ഐഡിയ ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എല്ലാം കൂട്ടിച്ചേർന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അറിവ് മാനേജ്മെൻറ്റിലെ ആൾക്കാർക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് മൾട്ടി ഡിസിപ്ലിനറി വർക്കാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡൈനാമിക് എന്താ നോക്കാം. അപ്പം മാനേജ്മെൻറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. ഇറ്റ് ഈസ് അഡാപ്റ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾസോ ഇനിറ്റേഷൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ്. അതായത് തുടർന്ന് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തുടർന്ന് കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി ഉണ്ടാവും, അതും ചെയ്യും, അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ഇൻഡേഞ്ചബിൾ എന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ ഇൻഡേഞ്ചബിൾ. ഇറ്റ് കാനോട്ട് ബി സീൻ വിത്ത് ഐസ് ഓർ ടച്ച്ഡ്. അതായത് ഇൻഡേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. ഇത് കാണുന്നത് അതിൻ്റെ റിസൾട്ടിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാനെങ്കിൽ പറ്റുള്ളൂ. അല്ലാതെ നമുക്കത് എന്താ മാനേജ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊന്നും കാണാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി ഡിസ്ട്രിക്റ്റ് പ്രോസസ്സ് ഉണ്ട് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്ട്രിക്റ്റ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് റൈദർ ദൻ ഡൂയിങ് ഇറ്റ് സെൽഫ്. അതായത് സ്വയം ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിലെയാണ് ഡിസ്ട്രിക്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി പത്താമത്തെ മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. അതോറിറ്റി ഈസ് കൺസിഡർഡ് ആസ് ദ ബേസിക് ഫോർ പെർഫോമൻസ് ഓഫ് മാനേജറിയൽ ഫങ്ഷൻസ്. അതായത് സിസ്റ്റം ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ പവർ കാണിക്കാനുള്ള റൈറ്റ് മാനേജർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റികൾക്ക് മാത്രമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതാണ് സിസ്റ്റം ഓഫ് അതോറിറ്റി എന്ന്. ഇനി ലാസ്റ്റത്താണ് ഇറ്റ് ഈസ് ദ റിക്വയർഡ് ഇറ്റ് ഓൾ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസ്. ദ ജോബ് ഓഫ് ദ മാനേജർ വിൽ ബി സെയിം ഇറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് എല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മാനേജർ എന്ന് പറയുന്നത് ആ ഒരു മാനേജ്മെൻറ്റ് ഒരു ആക്ട് നിർബന്ധമാണ്. അതായത് എല്ലാ ലെവൽസിനും ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ വേണം കാണാനും അവരോട് കാര്യങ്ങൾ പറയാനും. ഒന്നിനെ താഴ്ത്തി ഒന്നിനെ, അതായത് ഒരു ടോപ്പ് ഇത് മിഡിൽ അങ്ങനെയൊന്നും കാണരുത്. എല്ലാവർക്കും ഒരേപോലെ വേണം കാര്യങ്ങളൊക്കെ കൊടുക്കാനും ചെയ്യിപ്പിക്കാനും ഒക്കെ. അതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി പോർഷൻസൊക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്നെല്ലാവർക്കും ബൈ.